അപ്പൊ അവര് പറയുന്ന ഇത് സെറ്റായി, അതായത് ആ മാർക്ക് ഏരിയ ഓക്കെയാണ്, സേഫ് സോണിലായി കഴിഞ്ഞു. രണ്ട് വലിയ പരീക്ഷകളാണ് വരാൻ പോകുന്നത്. ഒന്ന് LP UP, മറ്റൊന്ന് LDC. ഈ രണ്ടിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ് അല്ലെ? നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ വരികയാണെങ്കിൽ ഈ MEM ബാച്ച് അല്ലെങ്കിൽ MEM സബ്ജക്റ്റുകൾക്ക് ഏകദേശം 50 മാർക്കോളം വെയിറ്റേജ് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് അത്യാവശ്യം നല്ല വിദ്യാർത്ഥികളായിട്ട് ഫിറ്റായിട്ട് ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമസ്കാരം. ഹൈ ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് സൈലം PSCയിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ ബാച്ചിനെയാണ് പരിചയപ്പെടുത്തുന്നത്, MEM 2.0. എന്താണ് സാർ ഈ ബാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ കേരള PSC നടത്തുന്ന ഒരുവിധപ്പെട്ട എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 3 സബ്ജക്റ്റുകളാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അതെ. അപ്പൊ ഈ 3 സബ്ജക്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സൈലം PSC നടത്തുന്ന ഒരു പുതിയ ബാച്ചാണ് MEM എന്ന് പറയുന്ന ബാച്ച്. അതെ. മാത്രമല്ല ഇനിയിപ്പോ നമുക്കൊരു 2 വലിയ പരീക്ഷകളാണ് വരാൻ പോകുന്നത്. ഒന്ന് LP UP, മറ്റൊന്ന് LDC. ഈ രണ്ടിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണ് അല്ലെ? തീർച്ചയായും. ഇത് ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാച്ച് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ബാച്ച് അത്യാവശ്യം നല്ല വിദ്യാർത്ഥികളായിട്ട് ഫിറ്റായിട്ട് ഇപ്പൊ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ 2ാമത്തെ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. കാരണം ഈ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് മാത്സ് എപ്പോഴും ഒരു ബാലികയാണ്. ഇംഗ്ലീഷും മലയാളം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നേരെ തിരിച്ചുകൊണ്ടല്ലേ? സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരികയാണെങ്കിൽ മാത്സ് വലിയ കുഴപ്പമില്ലെങ്കിലും ഇംഗ്ലീഷും മലയാളം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ കുട്ടികൾ ഇപ്പൊ ഏകദേശം നമ്മൾ റിവിഷനിലാണല്ലോ. അപ്പൊ അവര് പറയുന്ന ഇത് സെറ്റായി, അതായത് ആ മാർക്ക് ഏരിയ ഓക്കെയാണ്, സേഫ് സോണിലായി കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഇതും അല്ലേ? അതെ. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ വരികയാണെങ്കിൽ ഈ MEM ബാച്ച് അല്ലെങ്കിൽ MEM സബ്ജക്റ്റുകൾക്ക് ഏകദേശം 50 മാർക്കോളം വെയിറ്റേജ് വരുന്നുണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് 20 മാർക്ക് വരുന്നുണ്ട്. ഇംഗ്ലീഷിനാണെങ്കിലും 20 മാർക്ക് വരുന്നുണ്ട്. മലയാളം ആണെങ്കിൽ 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 50 മാർക്കോളം വെയിറ്റേജ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി മാത്രം MEM വിഷയത്തിൽ വരുന്നുണ്ട്. ഇനി LDC ലെവലിലേക്കാണെങ്കിൽ LP UP ആണെങ്കിലും ഒക്കെ അതിന്റേതായ ഏകദേശം ഒരു 30-40 മാർക്കുകളുടെ പ്രധാനം വരുന്നുണ്ട്. അതെ. ഇനി ആരൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ അവർക്ക് നല്ലൊരു ആകാംക്ഷ ഉണ്ടാവും. ആരൊക്കെയാണ് സർ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ബാച്ചിലെ ഫാക്കൽറ്റീസിന് നോക്കുകയാണെങ്കിൽ മലയാളം കൈകാര്യം ചെയ്യുന്നത് സജിമോൾ മിസ് തന്നെ ആയിരിക്കും. മിസ് തന്നെയാണ് മലയാളത്തിന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ഫാരിസ് സാറാണ്, 2ാമത് കൈകാര്യം ചെയ്യുന്നത് സുമി മിസ് ആയിരുന്നു. ഇംഗ്ലീഷിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഫാരിസ് സാറും കവർ ചെയ്തിരുന്നതായിരിക്കും. ഇനി 2ാമത്തെ വിഷയം അല്ലെങ്കിൽ മാത്സിലേക്ക് വരികയാണെങ്കിൽ ഇസ്മായിൽ സാറുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് നമ്മുടെ അജ്മൽ സാറുമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മാത്സിന്റെ ഭാഗത്തുനിന്ന് ഡിഗ്രി ലെവൽ ആണെങ്കിലും LDC ലെവൽ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഈ സബ്ജക്റ്റുകളുടെ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യാതെയാണ്, ബാക്കി എല്ലാ ബാച്ച് ആണെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്തായിരിക്കും. ഇതിലൊരു കംപ്ലീറ്റ് സ്റ്റഡിയാണ് അല്ലെ ഈ സബ്ജക്ട്? ഏത് ലെവലും ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ ജനറൽ ലെവലും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ക്ലാസ്സുകളായിട്ടാണ് കൊടുക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ബാച്ച് അല്ല. പക്ഷെ ഈ 3 കോർ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും ഏത് മത്സര പരീക്ഷകൾക്കും തയ്യാറാകുന്ന വിധത്തിൽ റെഡിയാക്കി തരുന്നതായിരിക്കും. അതാണ് പ്രത്യേകത, ഈ ബാച്ചിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് 6-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. എന്തൊക്കെ, അല്ലെങ്കിൽ ഈ ബാച്ച് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റി ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒരു നീണ്ട നിര തന്നെ നിങ്ങൾ കണ്ടു. നമ്മുടെ 3 സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരാൻ പാകത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഉണ്ടാവുക. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതിനോടുകൂടെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. മെജോറിറ്റി ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കംപ്ലീറ്റ് ക്ലാസ്സുകളും ലൈവ് ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. പിന്നെ പഠിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ലൈവ് സെഷനിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻസ് ടൈമിൽ തന്നെ ഈ ലൈവിന്റെ റെക്കോർഡും കൂടി അവൈലബിൾ ആയിരിക്കും. നോട്ടൊക്കെ എടുക്കാം. സ്റ്റേറ്റ്മെന്റ്. ഇനി ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് വരികയാണെങ്കിൽ റെഗുലർ ആയിട്ടും വീക്ക്ലി മന്ത്ലി ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. കേരള PSC ചോദിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ ഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബാച്ചുകൾ പോകുന്നത്.
പിന്നെ ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗിനും ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതിൽ മെന്റർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പ്രോപ്പർ ആയിട്ട് റിവിഷൻ എക്സാമുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ബാച്ചിന്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 799 ആണ്. ബാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വാലിഡിറ്റി 10 മാസമാണ്. അപ്പൊ നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് ഏപ്രിൽ 6 തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതാണ് എൻക്വയറി അല്ലെ. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിനും എന്ത് ഡൗട്ട് ഇതിനെ കുറിച്ചുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഫസ്റ്റ് പേജ് ഒന്നുകൂടെ എടുക്കാവോ? അതായത് നമ്മൾ ആ തുടങ്ങുന്ന ദിവസം ഒന്നുകൂടി ഒന്ന് ഏപ്രിൽ 6 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ക്ലാസ്സിൽ കാണാമെന്നവരോട് ധൈര്യമായി പറയാം അല്ലേ? തീർച്ചയായും.